ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജ്ല അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് തഖ്വാബോധത്തിൽ അധിഷ്ഠിതമാണ്. തഖ്വയുള്ളവരായിരിക്കണമെന്ന് വസിയത്ത് ചെയ്യും. പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയുടെ റമദാനിന്റെ ഒരു ദിവസത്തെ നോമ്പ് അള്ളാഹു സ്വീകരിക്കപ്പെട്ടാൽ അത് കാരണത്താൽ ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് 70 വർഷക്കാലം അകറ്റി നിർത്തപ്പെടും എന്നാണ്. നമ്മുടെ നോമ്പ് എത്ര എണ്ണം സ്വീകരിച്ചിട്ടുണ്ട്, എത്ര കാലഘട്ടം നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷ ലഭിച്ച് സ്വർഗപ്രവേശം സാധ്യമാകുന്നവരാകും എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ നോമ്പിനെ കുറിച്ച് ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട് എന്നാണ്. 2 സന്തോഷങ്ങള് ഫർഹത്താനി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. മറ്റൊന്ന് അവന്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? റമദാനിന്റെ നോമ്പ്, ഒന്നാമത്തെ നോമ്പ് തുറന്നത് മുതൽ ഇന്നലെ വരെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. വെള്ളം കുടിച്ചപ്പോ ക്ഷീണം അകന്നുപോയി. നമ്മുടെ നാഡി നരമ്പുകളൊക്കെ തന്നെ സജീവമായിട്ടുണ്ട്. അത് 2 കാര്യങ്ങൾ നമ്മൾക്ക് ആ നോമ്പിന് ഇവിടുന്ന് കിട്ടിയതാണ്. പക്ഷെ മൂന്നാമത്തെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി എന്നാണ്. നമ്മളാണ് അതിന് പണിയെടുക്കേണ്ടത്. ആ പ്രതിഫലം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് നമ്മുടെ നോമ്പിനെ കുറിച്ച് അവസാനത്തെ 10ന്റെ അവസാന ദിനങ്ങളിലൊക്കെയാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തിരുവചനം നമ്മൾ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണത്. 3 യുവാക്കള്, 3 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ഒരു യാത്രയിലായിരുന്നു. വഴിമധ്യേ ശക്തമായ മഴ പെയ്തു, കാറ്റടിച്ചു. അവരൊരു ഗുഹയിൽ അഭയം തേടി. ആ ഗുഹയിൽ അഭയം തേടി അല്പസമയം കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും ശക്തമാവുകയാണ്. കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മുകളിൽ നിന്നൊരു വലിയ പാറക്കല്ല് വന്ന് ഈ ഗുഹാമുഖം അടഞ്ഞുപോയി. ചരിത്രം നമ്മൾക്ക് അറിയുന്നതാണത്. അവർ 3 പേര് ശ്രമിച്ചിട്ടും ആ പാറക്കല്ല് നീക്കാൻ സാധിച്ചില്ല. അവർക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അവിടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമ്മൾ ഇത് തള്ളിയിട്ട് നീങ്ങുന്നില്ല, ഇനി എന്ത് ചെയ്യും നമ്മൾ? അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു സ്വീകരിച്ചു എന്നുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം, എന്തെങ്കിലും ഒരു കർമ്മം, ആരാധനയാകട്ടെ അല്ലാത്ത സൽക്കർമ്മമാവട്ടെ, നമുക്ക് ആത്മാർത്ഥമായി നമ്മൾ ചെയ്തു വെച്ചത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കർമ്മം നമ്മൾ മുന്നിൽ എടുത്തു വെക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഈ പ്രയാസത്തിൽ നിന്ന് നീങ്ങാൻ വേണ്ടിയിട്ട്. അവരോരോരുത്തരും പ്രാർത്ഥിച്ചു. വ്യത്യസ്ത ആവശ്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒരാള് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ പാറക്കല്ല് അല്പം
അകന്നു. പക്ഷെ അവർ പുറത്ത് കടക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും പ്രാർത്ഥിച്ചപ്പോ ആ പാറക്കല്ല് അകലുകയും അവർക്ക് ആ ഗുഹയിൽ നിന്ന് പുറത്തു കടന്ന് തിരിച്ചു പോകാൻ സാധിക്കുകയും ചെയ്തു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ചരിത്രമാണ്. മുൻഗാമികളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ചരിത്രം പറയാനല്ല ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇതുപോലുള്ളൊരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ നമ്മുടെ മുൻപിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ത് കർമ്മമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഞാനും നിങ്ങളും നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആലോചനയാണത്. എന്തുണ്ട് നമ്മുടെ മുമ്പിൽ? പടച്ചവന്റെ മുമ്പിൽ വെച്ചിട്ട്, പടച്ചവനെ, ഇത് ഞാൻ നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ നല്ല ഉദ്ദേശത്തോടെ മാത്രം പ്രവർത്തിച്ചൊരു പ്രവർത്തനമാണ്. ഒരു ലോകമാന്യമോ ഒരാളുടെ പ്രശംസയോ ഒന്നും തന്നെ ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ വജ്ഹ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇതിനാണ് തവസ്സുൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്വന്തം സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് തവസ്സുൽ എന്ന് പറയാം. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളെ കയ്യിൽ എന്തുണ്ട് ഇങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരാണ്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ ഏറെ നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നന്മകളൊക്കെ തന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ആലോചനയിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നോമ്പനുഷ്ഠിച്ചു. അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെ, ഇഫ്താർ വരെയുള്ള സമയം പട്ടിണി കിടന്നു. അനുവദനീയമായ വെള്ളം ഒഴിവാക്കി, ഭക്ഷണം ഒഴിവാക്കി, മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ നന്മയിലൂടെ പോകുന്നത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരില. അത് സ്വീകരിക്കാതെ പോയാൽ അത് പ്രയാസമാണ് നമ്മൾക്ക് ഉണ്ടാവുക. കർമ്മങ്ങളുടെ പുറമോടിയിലേക്കൊന്നും അള്ളാഹു നോക്കുന്നില്ല. അള്ളാഹു നോക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിനകത്ത് എത്രമാത്രം ഇഖ്ലാസും നന്മയും ഉണ്ട് എന്നതാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഒരു മനുഷ്യന്റെ അവന്റെ വസ്ത്രത്തിലേക്കോ അവന്റെ ശരീര ആകാര സൗഷ്ഠവങ്ങളിലേക്കോ പടച്ചോൻ നോക്കൂല. അതിനേക്കാൾ എത്രയോ വലിയവനാണ് പടച്ചോൻ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് അതിനേക്കാൾ സുന്ദരനാണ്, നമ്മളെക്കാൾ സുന്ദരനാണ്. ഈ സൗന്ദര്യങ്ങളെ മുഴുവൻ പടച്ചോൻ എത്ര സൗന്ദര്യം ഉണ്ടാകും? അപ്പൊ അതിലേക്കൊന്നും പടച്ചോൻ നോക്കൂല. പിന്നെ പടച്ചോൻ നോക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ആ മനുഷ്യൻ തറാവീഹ് നമസ്കരിക്കുമ്പോ, ആ മനുഷ്യൻ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ, ആ മനുഷ്യൻ ഓരോ സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുമ്പോ അവന്റെ മനസ്സെന്താണ് എന്നാണ് പടച്ചോൻ നോക്കുന്നത്, അല്ലാതെ അവന്റെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ അല്ല. നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കി തീർത്തുകൊണ്ട് അവയുടെ നിഷ്കളങ്കമായ ആ ഇഖ്ലാസും നിയ്യത്തുമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവര് പറയുന്ന ഒരു തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നതാണ്. വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജ്ല അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായത്തിന്റെ 60-ാമത്തെ ആയത്താണത്. വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജ്ല. നൽകിയതിന് പിന്നാലെ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കുന്നവർ. വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജ്ല. അവിടെ ഹൃദയങ്ങളാകട്ടെ പെടച്ചുകൊണ്ട്, ബേജാറിലായിക്കൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് അവരിങ്ങനെ പേടിയോടെ വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നവർ. എന്താ കാരണം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങൾ റബ്ബിങ്കിലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ധർമ്മം നൽകിക്കൊണ്ടിരിക്കുന്നവർ എന്ന ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഓതിയിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അഹുവർ റജുലു യസ്നി വയശ്രിഖു വയശ്റബുൽ ഖംർ. അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവര് വ്യഭിചരിച്ചവരാണോ, മോഷണം നടത്തിയവരാണോ, അതല്ല മദ്യപിച്ചവരാണോ, ആരാണ് തെറ്റ് ചെയ്തവരാണോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ യാ ബിൻത അബീബക്കർ ലാ യാ ബിൻത സിദ്ദീഖ്. അല്ല സിദ്ദീഖിന്റെ മകളെ. പിന്നെഹോ ലാകിന്നഹു റജുൽ. അവർ ചില മനുഷ്യരാണ്.
യസൂമു വയുസല്ലി വയതസദ്ദഖു, അവർ നമസ്കരിച്ചിട്ടുണ്ട്, അവർ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അവർ സദഖ കൊടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു, അവയെല്ലാം തന്നെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. തെറ്റ് ചെയ്തവരല്ല, നന്മ ചെയ്തവരാണ്. വീണ്ടും വീണ്ടും പേടിച്ചുകൊണ്ടിരിക്കുന്നവർ. എന്താ കാരണം? ഇത് പടച്ചോൻ സ്വീകരിക്കുമോ എന്നാണ്. ഇത് പടച്ചോൻ സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. ദൈവഭയത്താൽ ഒരു വിശ്വാസി നടത്തുന്ന ആത്മവിചാരണയുടെ ചിത്രീകരണമാണ് റസൂലുള്ളാഹി ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. അതൊരു മനുഷ്യന്റെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്ന ആഗ്രഹവും അതോടൊപ്പം സ്വീകരിക്കാതെ പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ഭയപ്പാടുമാണ്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറയേണ്ടത്. അവര് യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ. ഒന്ന് ഖൗഫാണ്, പ്രാർത്ഥിക്കുമ്പോഴും ആരാധനകൾ നിർവഹിക്കുമ്പോഴും ആ മനുഷ്യൻ ഉണ്ടാകേണ്ടത് ഖൗഫാണ്, ഭയപ്പാടാണ്. എന്താണ്? ഇത് സ്വീകരിക്കാതെ പോകുമോ? എന്താ? അല്ലാഹുവേ കാരുണ്യവാനാണ്, സ്വീകരിക്കുമെന്നുള്ള ആ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും കർമ്മങ്ങളും ഉണ്ടാവേണ്ടത്. അതാ വേണ്ട, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടൊപ്പം തന്നെ അത് സ്വീകരിക്കാതെ പോയാൽ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണ് എന്നുകൂടെ ആലോചിക്കാം. ഇമാം ഹസനുൽ ബസരി താബിഈ പണ്ഡിതനാണ്. താബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലും ദീൻ പഠിച്ച് റസൂലിനോടൊപ്പം ജീവിച്ച ആളുകളാണ് സ്വഹാബിമാർ. സ്വഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് താബിഈകൾ. അവരിൽ നിന്ന് ദീൻ പഠിച്ചവർ താബി ആണ് ഹസനുൽ ബസരി. അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നമ്മൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കിതാബിൽ. ലഖദ് അദ്റക്തു അഖ്വാമൻ കാനൂ മിൻ ഹസനാതിഹിം അൻ തുറദ്ദു അലൈഹിം അഷ്ഫഖ മിൻഹും അലാ അൻ സയ്യിആതികും അൻ തുഅദ്ദിബു അലൈഹാ. അദ്ദേഹം പറയാം, ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്. ലഖദ് അദ്റക്തും അഖ്വാമൻ, ഞാനൊരു ഖൗമിനെ, ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. കാനു, അവരായിരുന്നു, മിൻ ഹസനാതിഹിം, അവരുടെ നന്മകളെ കുറിച്ച്, അൻ തുറദ്ദു അലൈഹിം, അത് സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കുന്ന, അഷ്ഫഖ മിൻഹും, അവരിൽ നിന്ന് സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കുന്നവരായിരുന്നു. അത് എത്രത്തോളം എന്ന് വെച്ചാൽ അലാ അഷ്ഫഖ മിൻഹും അലാ സയ്യിആത്തിൻ അൻ തുഅദ്ദിബു അലൈഹാ, തിന്മകൾക്ക് എത്രമാത്രം ശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെടുന്നത് പോലെ നന്മകൾ സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്വഹാബിമാരെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവരങ്ങനെയായിരുന്നു. അവർ നമ്മുടെ തന്മകള് സ്വീകരിക്കാതെ പോകുന്നതിനെ കുറിച്ചുള്ള ഭയപ്പാടിൽ ജീവിച്ച ആളുകളാണ്. അപ്പൊ നമ്മള് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകൾ അത് സ്വീകരിക്കണം, അത് സ്വീകരിക്കാതെ പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നിരന്തരം നമ്മൾ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് കഅബാലയത്തിന്റെ അസ്ഥിവാരട്ടത് മുതൽ അതിന്റെ പണി തീരുന്നത് വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽനോട്ടത്തിലാണ്. ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല, ഒരു ഇഷ്ടിക വെച്ചത് മാറിയിട്ടില്ല, മെഷർമെന്റ് മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. പക്ഷേ പണി തീർന്ന് പോകുന്ന സമയത്ത് മോനോട് അദ്ദേഹം പറയുന്നത്, എന്നാലേ നമ്മൾ പോവുക, കൂലി എന്താ വാങ്ങിക്കോന്നല്ല, പിന്നെന്താ പറഞ്ഞത്? ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന് അസ്ഥിവാരമിട്ട് പണി പൂർത്തിയാക്കിയിട്ട് അവര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ. ആലോചിക്കണ്ടി, അപാകതയൊന്നും പറ്റിയിട്ടില്ല. കാരണം അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്ത രീതിയിൽ എല്ലാം മേൽനോട്ടം ജിബ്രീലാണ്, അപാകത പറ്റൂല. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. സ്വീകരിക്കുന്ന ഉറപ്പാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചിന്തകൾ മാറുന്നുണ്ട്, നോട്ടങ്ങൾ മാറുന്നുണ്ട്, നോമ്പിന്റെ സംസാരങ്ങളിൽ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പറയണം അള്ളാഹുവിനോട്, പടച്ചോനെ പുറത്തുകൊണ്ട സ്വീകരിക്കണേ എന്ന് എത്രമാത്രം പറയണം നമ്മൾ. അതുകൊണ്ട് ആലോചിക്കണം നമ്മള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നി അഅരിഫു ഇസ്മ റജുലിൻ വസ്മ അബീഹി വ ഉമ്മിഹി, എനിക്കൊരു മനുഷ്യന്റെ പേരറിയാം, അയാളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ എനിക്കറിയാം, അവരൊക്കെ എനിക്ക് കൃത്യമായിട്ട്, ആ കുടുംബത്തെ എനിക്കറിയാം. അദ്ദേഹം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ മാത്രമല്ല, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും അദ്ദേഹത്തിന് സ്വർഗത്തിനകത്തേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ ആ മനുഷ്യൻ വരുന്നത് കണ്ടാൽ മർഹബൻ മർഹബൻ, അതിലെ വന്നോളൂ, ഇതിലെ കയറിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു വലിക്കും. തീർന്നില്ല, റസൂലുള്ളാഹി പറയാണ്,
മദീനയിലുള്ള മുഴുവൻ മനുഷ്യരുടെ ഈമാൻ ഒരു തട്ടിലും ഈ മനുഷ്യന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈമാനായിരിക്കും കൂടുതൽ കനം തൂങ്ങുക. അവിടെ തീർന്നില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ എനിക്കൊരു കൂട്ടുകാരനെ കൊണ്ടുപോകാൻ അവസരം ലഭിച്ചാൽ, ലഭിച്ചിട്ടില്ല, ലഭിച്ചാൽ ഞാൻ അദ്ദേഹത്തെയാണ് കൊണ്ടുപോകുക. വഖാല സൽമാൻ, പേർഷ്യൻ യുദ്ധതന്ത്രജ്ഞനായ സൽമാൻ ഉൽ ഫാരിസ് ചോദിച്ചു, ഹാദാ ശഅ്നുഹു മുർതഫിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ആരാണ്? ആരാണ് പേര് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അയാൾ അറിയാതല്ല പറഞ്ഞിട്ടുള്ളൂ, ആരാണ് അയാൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലതു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാലിക അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ ഒരാളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ എനിക്കൊരു കൂട്ടുകാരനെ അള്ളാഹു ഏർപ്പാടാക്കി തന്നാൽ ഞാൻ കൊണ്ടുപോകുക, ലതഖത്ത അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെയാണ് ഞാൻ കൂട്ടുകാരനായി കൊണ്ടുപോകുക. ഇത്രയും പോരിഷുള്ള അബൂബക്കർ സിദ്ദീഖ്. സ്വർഗാവകാശികളെ റസൂലുള്ള എണ്ണി 10 ആളുകളെ, ഒന്നാമത് എണ്ണിയ അബൂബക്കർ സിഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തു, ഖലീഫയായി. ആ വർഷം റമദാൻ വന്നു, പെരുന്നാളിന്റെ തലേ ദിവസം. നമ്മളിപ്പോ അതിനിങ്ങനെ കാത്തിക്കാണ് എന്നാ ആവാന്ന് വെച്ചിട്ട്, അതേപോലെ അത് അവരായിട്ടുണ്ട്, തലേ ദിവസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാര്യത്തില് നീതിന്യായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അളവ് തൂക്ക കാര്യങ്ങളും നോക്കിയിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫിത്ർ സക്കാത്ത് ശേഖരിക്കാനും വിതരണം ചെയ്യാനുമുള്ള അനുവാദം നൽകി. ഇതിന്റെ തലേ ദിവസം സുബൈ നമസ്കാരത്തിന് പള്ളിയില് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ അനുവാദത്തോടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തു, ഇന്ന് അസ്ർ നമസ്കാരത്തിന് ചെറുപ്പക്കാരും കുട്ടികളും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ അല്പസമയം നിൽക്കണം, ബാക്കിയുള്ളവർ പോയിക്കോട്ടെ. അങ്ങനെ എന്തിനാണ്? ഫിത്ർ സക്കാത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, അത് വിതരണം ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാരെ വേണം. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു, എല്ലാരും പിരിഞ്ഞുപോയി. കുറച്ച് ചെറുപ്പക്കാരും കുട്ടികളും അവിടെ ഉണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽനോട്ടത്തിൽ. പക്ഷേ ഖലീഫയുടെ അനുവാദം കിട്ടണം ഇത് വിതരണം ചെയ്യണമെങ്കിൽ, അത് നിയമമാണല്ലോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ ഖലീഫയെ കാണുന്നില്ല. മിഹ്റാബിൽ ചെന്ന് നോക്കിയിട്ട് അവിടെ കാണുന്നില്ല. പള്ളിക്കകത്ത് കയറി നോക്കി, അവിടെ കാണുന്നില്ല. കുട്ടികൾ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, എന്താണ് ഇത്ര നേരായി നമ്മൾ നിൽക്കുന്നത്, വെച്ച് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഖലീഫന്റെ അനുവാദം കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പള്ളിക്കകത്തേക്ക് കയറിയപ്പോ ഒരു തേങ്ങി കരയുന്നത് കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അകത്തേക്ക് ചെന്നപ്പോ ഒരു വാതിലിന് വിരിയിട്ടിരിക്കുന്ന വിരിയുടെ അകത്തിരുന്നു കൊണ്ട് ഒരാൾ കരയുന്നു. വാതിലിന്റെ വിരി നീക്കി നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖലീഫ, ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യണ്ടേ? നാളെ പെരുന്നാളല്ലേ, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയണോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്തോ, നിങ്ങൾ ഇല്ലതിക്ക് നാളെ പെരുന്നാളല്ലേ, സന്തോഷിക്കണ്ടേ? എനിക്ക് സന്തോഷിക്കാൻ സമയമായിട്ടില്ല. എന്താ, നാളെ പെരുന്നാളല്ലേ? നാളെ പെരുന്നാളൊക്കെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതറിയോ? ഉമറെ, ഞാൻ കുറെ നമസ്കരിച്ചു, കുറെ നോമ്പനുഷ്ഠിച്ചു, കുറെ ധർമ്മം ചെയ്തു, സക്കാത്ത് ചെയ്തു, കൊടുത്തു, ഫിത്ർ സക്കാത്ത് നൽകി, ഇതെല്ലാം പടച്ചോൻ സ്വീകരിച്ചു എന്ന് ഈ അബൂബക്കറിന് ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഉമറെ, താങ്കൾക്കും സുഹൃത്തുക്കൾക്കും അങ്ങനെ വല്ല ഉറപ്പും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ആരാ പറയണത്? അബൂബക്കറും ഫിൽ ജന്ന എന്ന് ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ വഹിയിലൂടെ സംസാരിച്ചു കൊണ്ട് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ബേജാറിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന് വേണ്ടി ഇൽമു പകർന്നു നൽകുന്നതിൽ അത്രയേറെ സംഭാവനകൾ ചെയ്ത ഒരു മനുഷ്യനെ, ഒരു സ്വഹാബിയെ നമുക്ക് കാണാൻ പറ്റൂല. ജീവിതം അതിനു വേണ്ടി റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹം കുറെ വയസ്സായിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. മരിക്കുന്ന സന്ദർഭത്തിൽ ഈ രോഗാശയ്യയിലായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇവരെത്തി. അവരെ കണ്ടപ്പോ, സുഹൃത്തുക്കളെ കണ്ടപ്പോ അബൂ ഹുറൈറ കരയാണ്. അവരെ കണ്ടപ്പോ കരഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, താങ്കൾക്ക് മരണപ്പെടുന്നതിൽ, ഈ രോഗത്താൽ മരണപ്പെടുന്നതിൽ താങ്കൾക്ക് പ്രയാസമുണ്ടോ? മരണത്തെ പേടിയാണോ? അവര് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരണത്തെ എനിക്ക് പേടിയില്ല,
പിന്നെന്താണ് കരയുന്നത്? ഖില്ലത്തു സാദി വതൂലു സഫരി. എന്റെ കയ്യിലുള്ള വിഭവം വളരെ കുറവാണ്, പക്ഷെ എന്റെ യാത്ര, ഇനി പോകാനുള്ള എന്റെ യാത്ര അത് വളരെ ദീർഘമാണ്. ഖില്ലത്തു സാദി, എന്റെ കയ്യിലുള്ള പഥേയം, എന്റെ കയ്യിലുള്ള വിഭവം അത് വളരെ കുറച്ചേ ഉള്ളൂ. ആലോചിച്ച്, ആരാ പറയുന്നത്? ദീനിന് വേണ്ടി ജീവിച്ചു മരിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, എന്റെ കയ്യിലുള്ള വിഭവം കുറവാണ്, എനിക്ക് പോകാനുള്ള ദൂരമുണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട്, ഇനി പരലോകം എന്ന് പറയുന്നത് അത് ഭയങ്കര ദൂരമുള്ളതാണ് യാത്ര, ഞാൻ എന്താ ചെയ്യാന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ എന്തെങ്കിലും കുറച്ച് ചെയ്യുമ്പോഴേക്ക് നമ്മൾക്ക് ഇത് മതി, അത്രയൊക്കെ ആയാൽ മതി എന്നാലോചിക്കുന്നവരാ നമ്മൾ. അവിടെയാണ് ഈ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞൊരു വർത്താനുണ്ട്, ലൗനാദാ മുനാദി മിനസ് സമാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലൗനാദാ മുനാദി മിനസ് സമാ, വിളിച്ചു പറയാണ്, ആകാശത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും ദാഖിലൂനൽ ജന്നക കുല്ലുക്കും അജ്മഈൻ, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ജനങ്ങളെ, നിങ്ങൾ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയാം. കൂടെ പറഞ്ഞെന്തറിയോ? ഇല്ലാ റജുലൻ വാഹിദ, ഒരു മനുഷ്യനൊഴികെ, ഒരാളല്ലാത്ത എല്ലാരും സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയുമ്പോ, അങ്ങനെ വിളിച്ചു പറയുമ്പോ, ലഖിഫ്തു അൻ അകൂന അന ഹുവ, ഞാൻ ഭയപ്പെടുന്നു. ഉമർ പറയണേ, ഞാൻ ഭയപ്പെടുന്നു ആ മാറ്റി നിർത്തപ്പെടുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യൻ ഞാനായിരിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ആര്? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ മനുഷ്യൻ. അയാൾ പേടിക്കുകയാണ്. വീണ്ടും പറഞ്ഞതോ, ലൗനാദാ മുനാദി മിനസ് സമാ, ആകാശത്ത് വിളിച്ചു പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും ദാഖിലൂന അന്നാറ കുല്ലുക്കും അജ്മഈൻ, നിങ്ങൾ എല്ലാവരും നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക, ഇല്ലാ റജുലൻ വാഹിദ, ഒരു മനുഷ്യനൊഴികെ, ലഖിഫ്തു ലറജൗതു അൻ അകൂന അന ഹുവ, എല്ലാവരും നരകത്തിൽ കേൾക്കോ, ഒരാൾ മാറി നിൽക്കുക, അയാൾ പോകണ്ട നരകത്തിലേക്ക് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നു, ലറജൗതു, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അകൂന അന ഹുവ, ആ മാറ്റി നിർത്തപ്പെടുന്നവൻ ഞാനായിരുന്നെങ്കിൽ എന്ന്. ആലോചിച്ച് നോക്കണ്ടി, നരകത്തെ കുറിച്ചുള്ള പേടിയും സ്വർഗത്തെ കുറിച്ചുള്ള അവരുടെ ആ ഒരു ആശയുമൊക്കെ എത്രയാണ്. ഇവരിങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു രീതിയിലായിരിക്കണം. എന്തുണ്ട് നമ്മളെ കയ്യിലെന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. പോകുമ്പോ, തിരിച്ചു പോകുമ്പോ, എപ്പോഴാ പോവുക നമുക്ക് ആർക്കും അറിയില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, നമ്മൾ ആ മനുഷ്യനെ മയ്യത്ത് റസൂലുള്ളാഹി പറയട്ടോ, നമ്മൾ ആ മനുഷ്യനെ മയ്യത്ത് ഖബറടക്കി തിരിച്ചു പോന്ന്, അവിടുന്ന് എല്ലാവരും തസ്ബീഹൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് ഒരു മനുഷ്യൻ വരും. മനുഷ്യരൂപത്തിൽ സുന്ദരമായ മുഖമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനാ മരിച്ച മറമാടപ്പെട്ട മനുഷ്യന്റെ അടുക്കൽ വരും. അദ്ദേഹം ഈ മരിച്ച മനുഷ്യനെ അദ്ദേഹത്തോട് ചോദിക്കും, മൻ അൻത, താങ്കൾ ആരാണ്? ഞാൻ ഇതുവരെ ഇത്ര സൗന്ദര്യമുള്ള, ഈ ലോകത്ത് ഇത്ര കാലം ജീവിച്ചു, 60-70 വർഷങ്ങൾ ജീവിച്ചു, എനിക്ക് ഇതുവരെ ഇത്ര സൗന്ദര്യമുള്ള ഒരാളെ കാണാൻ പറ്റിയിട്ടില്ല. മൻ അൻത, താങ്കൾ ആരാണ് എന്ന ചോദ്യം. ആ മനുഷ്യൻ വന്ന ആള് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് പറയുന്നു, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. എന്നെ കണ്ട് സന്തോഷത്തോടെ പരലോകം വരെ എന്ത് ചെയ്യാ, നീ ഇങ്ങനെ ഖിയാമത്ത് വരെ ജീവിച്ചു കൊള്ളുക. ആ സന്ദർഭത്തിൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, പടച്ചോനെ, വളരെ പെട്ടെന്ന് ഖിയാമത്ത് ഉണ്ടാക്കണേ, വളരെ വളരെ പെട്ടെന്ന് ഖിയാമത്ത് സംഭവിപ്പിക്കണേ എന്ന് ആ മനുഷ്യൻ പറയണം. മറ്റൊരു മനുഷ്യന്റെ ഖബറിലേക്ക് ഒരു മനുഷ്യൻ വരുന്നു, വിരൂപിയായ, വികൃതമായ, ദുർഗന്ധവുമായി കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ പേടിയാകുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ലല്ലോ, ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചിട്ട്, ആരാന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ അമലുക സൂ, നിന്റെ തിന്മകളാണോ ഞാൻ, നിന്റെ ദുഷ്കർമ്മങ്ങളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ കണ്ടിട്ട് പേടിയാണില്ലേ? ഇതുപോലെ നീ എന്ത് ചെയ്യാ, ഈ ദുനിയാവ് അവസാനിക്കുന്ന കാലത്തോളം, ഖിയാമത്ത് സംഭവിക്കുന്നത് വരെ നീ എന്നെ കണ്ടു പേടിച്ചരണ്ട്, അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നീ ഇവിടെ ജീവിച്ചു കൊള്ളുക. ആ മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ? പടച്ചോനെ, ലാ തുഖിമിസ്സാ, പടച്ചോനെ ഇവിടെ അടുത്തൊന്നും എന്തുണ്ടാക്കല്ലേ, അന്ത്യസമയം സംഭവിപ്പിക്കല്ലേ. അതുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രൂപമാണ് കടന്നു വരിക? സൗന്ദര്യമുള്ള രൂപം കടന്നു വരുമോ, അതല്ല പേടിപ്പെടുത്തുന്ന രൂപം കടന്നു വരുമോ? നമ്മളാണ് ആലോചിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ,
നാളേക്ക് വേണ്ടി എന്താണ് നമ്മൾ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതിനാൽ റമദാനിൽ നമ്മൾ എന്താണ് നേടിയത് എന്ന് ആലോചിക്കുക. നന്മയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ നന്മകളെ തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് ഒരു കൊല്ലത്തെ റമദാനിൽ നമ്മൾ ജീവിച്ചത് അർത്ഥസമ്പൂർണമാവുക. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ എത്രയെത്ര നോമ്പുകാർ, കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാർ, എത്രയെത്ര രാത്രി നമസ്കാരക്കാർ. ആ നോമ്പുകാർക്കും നമസ്കാരക്കാർക്കും വിശപ്പും ദാഹവും ക്ഷീണവും അല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നോമ്പാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മളെ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.